السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബൂ ദർറിൻ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ചില വസിയത്തുകൾ, ചില ഉപദേശങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അടുത്തതായി അദ്ദേഹം പറയാണ്, അമറനി അല്ല അഖാഫ ഫില്ലാഹി ലൗമത ലായിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിക്കുകയുണ്ടായി, അല്ല അഖാഫ ഫില്ലാഹി ലൗമത ലായിം. ഏതെങ്കിലും ഒരാളുടെ ആക്ഷേപം, ഒരു ആക്ഷേപകൻ്റെ ആക്ഷേപം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ഭയക്കാതിരിക്കാനും വേണ്ടി എന്നോട് കൽപ്പിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ, ദീനിയായ എന്ത് കാര്യമാണോ നമ്മൾ പറയുന്നത് അതിൽ മറ്റാൾ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളത് മറച്ചു വെക്കുക, അല്ലെങ്കിൽ നമ്മളത് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളത് പാടില്ല. അവൻ എന്ത് വിചാരിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ അവൻ എന്ത് ആക്ഷേപിക്കായിക്കൊള്ളട്ടെ, അത് നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇവിടെ നമ്മൾ തീരെ മസ്ലഹത്തും മഫ്സദത്തുകളൊന്നും നോക്കാതെ ചെയ്യണം എന്നുള്ള കാര്യത്തിനേക്കല്ല സൂചന നൽകുന്നത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ദീനായിട്ട് പഠിപ്പിച്ചു തരികയാണ് എങ്കിൽ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ യാതൊരു തടസ്സവും ഇല്ല എങ്കിൽ അവിടെ നമ്മൾ പറയാതിരിക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്നാണ്. നമുക്കറിയാം ഇസ്രാ മിഅ്റാജിൻ്റെ സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കും അവിടുന്ന് അങ്ങോട്ട് 7-ാം ആകാശത്തേക്കും വാനയാത്ര നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് വന്ന് അത് മക്കയിലെ ഖുറൈശികളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെങ്ങനെ ഇതിനെ കാണും, എന്ത് ചെയ്യും, ഇവരെന്തൊക്കെ എന്നെ ആക്ഷേപിക്കും എന്നുള്ള ഒരു ആക്ഷേപം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ടൊക്കെ മുശ്രിക്കീങ്ങളായ ആളുകൾ അവർ വന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന യാത്രകളൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ഇത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നുണ്ട് എങ്കിൽ അത് സത്യം തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നബിയെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നൊക്കെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയണം. എന്നിട്ട് അദ്ദേഹം പറയണം, ഇതിനേക്കാൾ ആകാശ ലോകത്ത് നിന്ന് രാത്രിയും പകലിലുമായി അദ്ദേഹത്തിന് വഹി നൽകുന്നുണ്ട് എന്ന കാര്യം പോലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ ഇരുന്ന എനിക്ക് ഈ ഒരു ചെറിയ കാര്യം വിശ്വസിക്കാൻ എന്തില്ല, യാതൊരു പ്രയാസവുമില്ല. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തെ എന്ത് ചെയ്തിട്ടില്ല, മുഖവിലക്കെടുത്തില്ല. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ സിഹറിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ കണ്ണേറിനെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഒരു കാര്യം നമുക്കത് സമൂഹത്തിൽ പറയാനോ അതല്ലെങ്കിൽ നമുക്കത് വിശ്വസിക്കാനോ യാതൊരു പ്രയാസവും ഇല്ല. എന്നാൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്ത ഒരു കാര്യമാണോ അത് നബി തങ്ങളുടെ പേരിൽ പറയാന്നുള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദീനായി എന്തൊരു കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ അത് നമ്മൾ പറയാൻ മറ്റൊരാളുടെ ആക്ഷേപം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭയക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഉപദേശത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.